بسم الله الرحمن الرحيم. എന്തിനാ നീ ബേജാറാകുന്നേ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, നിനക്ക് ഞാനൊരു നല്ല ഒരു ഗുണപാഠം പറഞ്ഞു തരാം, ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പെൺമക്കളെ കെട്ടിച്ചു വിടുന്ന കാര്യമോർത്തിട്ട് ടെൻഷൻ അടിക്കുന്ന ഈ കരിവയിലെ ഓരോ ഉമ്മയും മാപ്പയും പഠിക്കാൻ പറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മരണത്തിന്റെ സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കിടന്നു പോവുകയാണ്. അവിടെ ചെല്ലുമ്പോ ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. മക്കളതാ വളർന്നു നിൽക്കുകയാണ്. ഒരു ചെറിയ കൂരയാണ്, വീടിന്റെ അകത്താണെങ്കിൽ ഒന്നുമില്ല. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളോട് ഉസ്മാൻ തങ്ങൾ ചോദിക്കുന്നു, മസ്ഊദേ, കുറച്ച് ദിർഹമുകൾ ഞാൻ തരട്ടെ, കുറച്ച് പണം ഞാൻ തരട്ടെ, നിന്റെ മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപകാരപ്പെടുമല്ലോ. അതാ ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിക്കുമ്പോ അവിടെ കിടന്ന് കരയുകയാ. ഇബ്നു മസ്ഊദ് തങ്ങൾ കരയുകയാണ്. എന്നോട് നീ ഇത് ചോദിച്ചല്ലോ ഉസ്മാൻ, എനിക്ക് പണം വേണ്ട, എന്റെ മക്കളെ കുറിച്ച് യാതൊരു ടെൻഷനും എനിക്കില്ല. എന്റെ മക്കളുടെ വിവാഹത്തെ കുറിച്ച്, എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ച്, എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനുമില്ല. കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, സഹാബ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ വാഖിയ ഓതിയാൽ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പെൺമക്കൾക്ക് സൂറത്തുൽ വാഖിയ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അവർ ഓതാറുമുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ടെൻഷനില്ല. പാപ്പയോട് പറയാറുള്ളത്, പെൺമക്കള് വളർന്നു വരുന്ന ഉമ്മമാരോട് പറയാറുള്ളത്, വീട്ടിൽ ചെന്നിട്ട് ഖുർആനെടുത്ത സൂറത്തുൽ വാഖിയ എടുത്തു കൊടുക്ക്, 2.4 പേജുണ്ട്. മക്കളോട് പറയിരുന്ന് പഠിക്കടി, ഈ വാഖിയ ഓതാൻ പഠിക്ക്. എല്ലാ ദിവസവും മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് മറക്കാതെ ഓതിക്കോ. അല്ലാഹു ദാരിദ്ര്യം നിനക്ക് തരില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ വീട്ടിൽ ചെന്നിട്ട് പെമ്മക്കളെ കെട്ടിക്കാൻ വേണ്ടി നീ നെട്ടോട്ടോടണ്ട, ടെൻഷൻ അടിക്കണ്ട, മോളെ സൂറത്തുൽ വാഖിയ പഠിക്ക്, നാളെ മഗ്രിബ് മുതൽ ഓത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്ത ഒന്നുമില്ല. പരിശുദ്ധമായ ഖുർആനിൽ എല്ലാവർക്കും ടെൻഷൻ. ഉസ്താദെ, ഗൾഫൊക്കെ തകർന്നു, ഇവിടെ GST ഒക്കെ വന്നപ്പോ കച്ചവടമൊക്കെ കനയിലായി, പേടിയിലെപ്പല്ല. ഉസ്താദെ, എന്റെ വീട് പോകുമോ, വസ്തു പോകുമോ, സ്വർണം പോകുമോ, എല്ലാം ടെൻഷനില്ല. ഒരു ടെൻഷനും വേണ്ട ചങ്ങാതി. നീ ഹലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കി ഒന്നും പോകൂല. നീ ഹലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കിയ ഒന്നും പോകൂല. അള്ളാന്റെ ഖുർആനിലെ ഒറ്റ ആയത്തോത് അള്ള നൽകിയ നിഅമത്തുകൾ നിലനിർത്തി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ അല്ലാഹു നൽകിയ എല്ലാ നിഅമത്തുകളും മരിക്കോളം നിലത്തി തന്ന നിന്റെ കയ്യും നിന്റെ കണ്ണും നിന്റെ കാലും നിന്റെ സർവ്വതും അല്ലാഹു നിനക്ക് നിലനിർത്തി തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിതാ മതി? ഖുർആനിലെ ഒരായത്ത് എന്തോതിയാ മതി? വേണോ? ഖുർആനിലെ ഒരായത്ത് വേണമെന്നുള്ളവര് കൈവക്ക്. എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിന്റെ കയ്യും കണ്ണും കാലും പോയിട്ട് എനിക്കിവിടെ എന്താ? അടിച്ചുപോയി 2 കിഡ്നി അടിച്ചുപോയാ പിന്നെ മരിക്കണ കാലം വരെ ഡയാലിസിസ് എന്ന അവസ്ഥ. ഒരു രക്ഷയില്ല. എന്റെ വൈഫിന്റെ വാപ്പ ഇപ്പൊ ആഴ്ചയിൽ 3 എണ്ണം, കഴിഞ്ഞ ആഴ്ചയാ കൂടെ ചെയ്തോണ്ടിരുന്ന ഒരെണ്ണം പോയത്. എനിക്ക് ആ മനുഷ്യന് അത്ഭുതം. എടാ, അടുത്ത് കിടന്ന് ചെയ്തോണ്ടിരുന്ന ആളും മരണപ്പെട്ടു. ഞാൻ നോക്കുമ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മനുഷ്യന്റെ മെയ്യത്തും കാണാൻ പോയിട്ട് വന്നിരിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ഒന്നുമില്ല, മരിക്കണ കാലം വരെ തന്നെ, മരിക്കണ കാലം വരെ പോയതാ. ക്യാൻസർ 2 ദിവസം മുമ്പ് എനിക്ക് ബുധനാഴ്ച കോഴിക്കോട് വയത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചാരത്തൊരു ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. രാത്രി 1 മണിക്കാ പോയത്.
അവിടെ അറിയുന്നൊരു ഉമ്മ കിടക്കുന്നുണ്ട്, കാണാൻ പോയി. അല്ലാഹുവേ, കൈ ഇത്രയുണ്ട് കേട്ടാ, കയ്യിലൊരു മുഴ ഇത്രയുണ്ട് റബ്ബേ, കൈ ഇങ്ങനെ മുറിച്ചു കളയാൻ ഡോക്ടർ പറഞ്ഞിരിക്കുക. ക്യാൻസർ വന്നിട്ട് കൈ മുറിച്ചു കളയാൻ. അമ്മ വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോ അവിടെ ഒന്ന് പോണം, ഇടയ്ക്കിടയ്ക്ക് കേട്ടാ, അവിടെ നിന്ന് പോണം. അപ്പൊ മനസ്സിലാകും, അല്ലാഹുവേ പടച്ചവനെ, വേദന സഹിക്കാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രാത്രി 1 മണിക്ക് നമ്മൾ ആ സമയത്ത് മൊബൈലിൽ കുത്താ, ആ സമയത്താ കയറി യൂട്യൂബിൽ കയറി ഇരുന്നിട്ട് ആവശ്യമില്ലാത്തത് കാണുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിൽക്കും. ഒറ്റ ആയത്തോതിയാ മതി ഖുർആനിലെ. ഓതുവോ? ഉറക്കൊന്ന് ഇൻഷാ അല്ലാഹ് പറ. കാരണം ഈ നാവുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുമെന്ന് ഉറക്കെ പറഞ്ഞേ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറ. പോരാ, ഉറക്കെ പറ. സൂറത്തുൽ കഹ്ഫ് ഇന്നോദിയിലെ സൂറത്തുൽ കഹ്ഫ്, അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. കഥയല്ല, കഥപുസ്തകമല്ല ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫ് എടുത്ത് നോക്ക്, നിന്റെ വിശദീ തഫ്സീർ എടുത്ത് നോക്ക്. അതിനകത്ത് ഒരുപാട് ചരിത്രം പറയുന്നു. അതിനകത്ത് 2 കൂട്ടുകാരുടെ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിനകത്ത് 2 ചെറുപ്പക്കാർ. അതിലെ ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരനോട് പറയുകയാ, തന്റെ തോട്ടമൊക്കെ നശിച്ചു പോയപ്പോ, എടാ, ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നഷ്ടപ്പെടില്ലായിരുന്നു. നീ ഒരൊറ്റ വാക്ക് ആ തോട്ടത്തിൽ കയറുമ്പോ നീ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതിന്റെ വിശദീകരണം എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ഒരായത്ത് ആരെങ്കിലും ഓതിയാൽ അള്ളാഹു അവന് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ നിലനിർത്തി കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ് ഓതോ എന്നാ പറ. മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ മാഷാ അല്ലാഹ്. ഒന്നുകൂടെ, ലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞേ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറ. തന്നെ വീട്ടിൽ കയറുമ്പോ, വീട്ടിലേക്ക് താമസം കയറുമ്പോ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കടയിലേക്ക് പോകുമ്പോ, കച്ചവടത്തിന് കയറുമ്പോ, വണ്ടി കയറുമ്പോ, ജോലിക്ക് പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ പറ, അള്ളാഹു നൽകിയ നിഅമത്ത് നിനക്ക് നിലനിർത്തി തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഓട്ടോയുടെ മുന്നിൽ മാഷാ അല്ലാഹ്, പുറകിൽ മാഷാ അല്ലാഹ്, തന്നെ കാക്കയ്ക്ക് കാഷ്ടിക്കാൻ വേണ്ടി ആ അവസ്ഥയായി. അല്ലെങ്കിൽ വീട് പണിക്കുമ്പോ വീടിന്റെ മുന്നിൽ മാഷാ അല്ലാഹ്. എന്താ മാഷാ അല്ലാഹ്? മാഷാ അല്ലാഹ് അല്ല എഴുതണ്ടേ, സുബ്ഹാനല്ലാഹ് അതെഴുതി വൈ. കൊട്ടാരം പണിയുന്നവൻ വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുക മാഷാ അല്ലാഹ്. അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോ സുബ്ഹാനല്ലാഹ് എന്നാ ഖുർആൻ പറഞ്ഞത്. ചില കൊട്ടാരം 2 കോടിയുടെ വീട് കിട്ടുന്നവന് മാഷാ അല്ലാഹ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ പണി, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, അല്ലേ? മക്കളില്ലാത്തവർ, വിവാഹം നടക്കേണ്ടവരുണ്ട്. ഖുർആനിൽ സൂറത്തുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ വീടിന്റെ പണി പകുതിയിൽ കിടക്കുന്നവർ വീടിന്റെ പണി പൂർത്തിയാക്കണോ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് നീ ഓത്, ലീലാഫി ഖുറൈശിൻ നീലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദി യതഅമഹും മിൻ ജൂഅ വആമനഹും മിൻ ഖൗഫ്. വീടിന്റെ പണി എളുപ്പം നടക്കും. എന്താ ഇല്ലാത്ത? ശൈത്താൻ ഇറക്കാനുള്ള ആയത്തില്ലേ? സ്വർഗം വേണോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വേണോ? സ്വർഗം വേണോ? കൈവക്ക്. ഒറ്റ സൂറത്ത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പള്ളല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ബക്കറ്റ് വിരിവ് ഉണ്ടോ? ബക്കറ്റ് വിരിവ് ഇൻഷാ അല്ലാഹ്. അല്ലേ, പോക്കറ്റ് കൈയിട്ട് പെട്ടെന്ന് ബിസ്മില്ലാ. പോക്കറ്റ് കൈയിടപ്പ, വെച്ചത് അവിടെ ഉണ്ടോ നോക്കിക്കേ. ബക്കറ്റ് എടുക്കപ്പാ ഇൻഷാ അല്ലാഹ്. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട്ട്. അസ്സദഖത്തു റദ്ദുൽ ബലാ, നേട്ടം നിനക്ക് അല്ലാഹ്ക്കല്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ. ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ അല്ലാഹുവേ പടച്ചവനെ വീഴാൻ യോഗമുണ്ടെങ്കിൽ ആ യോഗം തട്ടിമാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയും. ക്യാൻസർ ഉണ്ടോ? മാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയും. അപകടങ്ങളുണ്ടോ? തട്ടിക്കളയാൻ ഈ സദഖയ്ക്ക് കഴിയും. അസ്സദഖത്തു റദ്ദുൽ ബലാ ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മുത്ത് നബിയാ പറഞ്ഞത്. ഒരു സദഖ എടുത്ത് തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നു, ഒന്ന് തല ഉയർത്തി നോക്ക്. തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നു. ബക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടാ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഉള്ളതിൽ പങ്ക് പാവങ്ങൾക്ക് കൊടുത്തവൻ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. കൈകെട്ടിയിരുന്ന മലക്ക് പറയും, ഉണ്ടായിട്ടും കൊടുക്കുന്നില്ല തമ്പുരാനെ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാരും ഒന്ന് മനസ്സറിഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളുടെ ചാരത്തേക്ക് കടന്നു വന്നു. പ്രവാചകൻ പറഞ്ഞു,
സഹാബ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു കൊടുത്തു. സഹാബികളോട് പറഞ്ഞു സൂറത്ത് ഓതാൻ. മുത്തുനബി പറയുമ്പോ പ്രവാചകന്റെ മുന്നിലിരുന്ന സ്വഹാബികൾ ഖുർആൻ ഓതുകയാണ്. ആ ഒരു ചെറിയ സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. റസൂലുള്ള കരയുന്നത് കണ്ടപ്പോ സഹാബികൾ പലരും കരയാൻ തുടങ്ങി. സൂറത്ത് ഓതിക്കഴിഞ്ഞപ്പോൾ കരയാത്തവരോട് ചോദിച്ചു, സഹാബ നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു രണ്ടാമത് ഓതാൻ. സഹാബികൾ ഓതാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ള ഇരുന്ന് കരയുകയാ. കൂടെ സ്വഹാബികളും കരഞ്ഞു. അവസാനം ഓതിക്കഴിഞ്ഞപ്പോ കരയാത്തവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ കരയാത്തത്? ഞങ്ങൾക്ക് കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കരയണം സഹാബ, കരയണം സഹാബ. ഈ സൂറത്ത് ഓതുമ്പോ കരയണം സഹാബ. കരച്ചല് വരുന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ സഹാബ. ഒന്നുകിൽ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണം, ഒന്നുകിൽ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണം, അല്ലെങ്കിൽ കരയുന്നവരെ പോലെ അഭിനയിക്കണം. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, കരയേണ്ടത് സീരിയലിന്റെ മുന്നിലിരുന്നല്ല, സീരിയല് കണ്ടിട്ടല്ല കരയേണ്ടത്. അവള് കരയുന്നത് അവള് അഭിനയിക്കുകയാണ്. അവള് പണം കിട്ടാൻ അഭിനയിക്കുന്നു. അത് കണ്ടിട്ട് നീ നരകത്തിന് വേണ്ടി കരയുന്നു. എങ്കിലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോ നിനക്കൊന്ന് അഭിനയിക്കാൻ കഴിയുമോ? കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കാൻ കഴിയുമോ? അല്ലാഹു നിനക്ക് സ്വർഗം തരും. ഖുർആൻ ഓതിയിട്ടാണ് ഒരുപാട് മഹദിമാര് കരഞ്ഞത്. മഹദി നഫീസത്തുൽ മിസ്ലിയ ഈ സൂറത്ത് കേട്ടപ്പോഴാ ബോധം കെട്ടു വീണത്. ഈ സൂറത്ത് കേട്ടപ്പോഴാ കബറിന്റെ വീടിന്റെ അകത്ത് കബർ കുടിച്ചത്. ഈ സൂറത്ത് കേട്ടപ്പോഴാ കബറിന്റെ അകത്തിറങ്ങി നിസ്കരിച്ചത്. ഈ സൂറത്ത് കേട്ടപ്പോഴാ കബറിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതിയത്. അല്ലാഹുവേ, അവസാന ഖുർആൻ ഓതിയിട്ടാണ് നഫീസത്തുൽ മിസ്രിയ മരണപ്പെട്ടത്. പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹദി നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. മൈമൂനയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ദിന്നൂറിൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ഇതുപോലെ എത്രയെത്രയോ മഹദിമാർ. ഇവരാര് സിനിമാ നടിമാരല്ല, സീരിയൽ നടിമാരല്ല, ഏതെങ്കിലും പുസ്തകങ്ങളിൽ വന്ന നായികമാരല്ല. അല്ലാഹുവേ, ഖുർആൻ ഓതിയിട്ട് കരഞ്ഞവരാ, ഖുർആൻ ഓതിയിട്ട് മരിച്ചവരാ, സ്വർഗത്തിന്റെ അവകാശികളാ. അതുകൊണ്ട് സമയം കിട്ടുമ്പോ അല്ലാഹുവേ, ഈ മഹദിമാരുടെ ചരിത്രമെന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, മഹാനായ ദാരിസ് റളിയല്ലാഹു തആല അൻഹു അതാ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ യഹ്യ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. എന്തിനാ കരയുന്നത്? മരിക്കാനുള്ള പേടി കൊണ്ടാണോ? ദാരിസ് തങ്ങൾ പറഞ്ഞു, ഒരിക്കലുമല്ല. എന്നിട്ട് തന്റെ കൂട്ടുകാരനോട് വസിയത്ത് ചെയ്യുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ വസ്ത്രം എന്റെ കഫൻ തുണിക്കകത്ത് വെച്ച് പുതിയടൂ, ഈ പായന്റെ കബറിന്റെ അകത്ത് വെക്കടൂ. ദാരിസുതങ്ങളോട് ചോദിക്കുകയാ, ഈ കീറിപ്പറഞ്ഞ വസ്ത്രം എന്തിനാണ്? ഈ കീറിപ്പറഞ്ഞ പായ എന്തിനാണ്? അവിടെന്ന് പറയുകയാ, 8,000 മഹത്വമൂതിയത് ഈ പായുടെ മുകളിലിരുന്ന് ഈ വസ്ത്രം ധരിച്ചിട്ടാ.
വാപ്പാ 8000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയ ഈ ദാരിസതങ്ങളുണ്ടല്ലോ, അവസാനം മരിക്കാൻ കിടക്കുമ്പോ നീ പള്ളിക്കകത്ത് ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം പറയില്ല ഇലാഹ ഇല്ലല്ലാഹ്. ഖതീബ് ഉസ്താദിന്റെ കൂടെ ഇരുന്ന് പറയുന്നവരാ, എന്റെ പ്രിയമുള്ളവരെ, ദാരിസതങ്ങൾ കേറിക്കിടന്നു എന്നിട്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ പറഞ്ഞു 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 10ാമത്തെ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോയി വാപ്പാ, പോയി വാപ്പാ. അങ്ങനെ തന്നെ കിടന്ന് മരിച്ചുപോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ജന്നത്തുൽ ബഖിയുടെ മധ്യസ്ഥാനത്ത് കിടന്നുറങ്ങുന്ന ഉസ്മാരിതങ്ങള് തന്റെ വീടിന്റെ അകത്തേക്ക് ശത്രുക്കളെ കിടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തടയുമ്പോ അവിടത്തെ കൈകാലുകളെ വെട്ടിമുറിച്ച് മുടിയിൽ പിടിച്ച് വലിച്ചടച്ച് വീടിന്റെ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു. ശത്രുക്കള് വീടിന്റെ അകത്ത് കയറി വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ പുറകിലൂടെ കടാര കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീഴുമ്പോഴും കയ്യിലിരുന്ന ഖുർആൻ താഴെയിട്ടില്ല. കയ്യിലിരുന്ന ഖുർആൻ മോനെ അപ്പഴും വിട്ടില്ലടാ, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. തന്റെ താടിയിൽ പിടിച്ചിട്ട് ശത്രുക്കള് ഉസ്മാൻ തങ്ങളെ കൊല്ലുമ്പോ ഉസ്മാൻ തങ്ങള് കയ്യിലിരുന്ന ഖുർആൻ താഴെയിട്ടില്ല. അവസാനം തന്റെ രക്തമുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളി ഖുർആനിലെ ഒരായത്തിന്റെ മുകളിൽ വീട്. ഏതായത്താ? മോനെ, ആ ഉസ്മാൻ തങ്ങൾ കിടക്കുന്ന സ്വർഗവാടോ, അതുകൊണ്ട് കരഞ്ഞു. അഭിനയിക്ക്, നീ കരയണമെന്ന് ഞാൻ പറയുന്നില്ല. അഭിനയിക്കാൻ അറിയുമല്ലോ, അഭിനയിക്കാൻ അറിയുമല്ലോ, അഭിനയിക്കടാ. എന്നെങ്കിലും ഒരിക്കൽ കരയുവടാ. ഈ സൂറത്തോടുമ്പോ അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എന്നെങ്കിലും നിന്റെ കണ്ണ് നിറയും വാപ്പാ, എന്നെങ്കിലും നിന്റെ കണ്ണ് നിറയും ചെറുപ്പക്കാരാ, എന്നെങ്കിലും നിന്റെ കണ്ണ് പറയും പെങ്ങളോ. അതിനു പകരം അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് സൂറത്താണ്? സൂറത്തു തകാസുർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം. ഒന്നുകിൽ ഇത് ഓതുമ്പോ കരയണം, അല്ലെങ്കിൽ അഭിനയിക്കണം. കരയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഉള്ള കാര്യം പറഞ്ഞ കരയാൻ പറ്റൂല, അഭിനയിക്ക്, സ്വർഗം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.